നമസ്കാരം. പോയ ദിവസം MP പത്മകുമാർ പാലൻപുലിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഒരു വിശദീകരണം നൽകുകയുണ്ടായി. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പുലയ സമൂഹങ്ങൾ പുലയർ എന്ന് പറയുവാനായി മടിക്കുന്നത് എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു വിശദീകരണമായിരുന്നു അത്. അതായത് എല്ലാ ജാതികളും, അതായത് നായർ, നമ്പൂതിരി പോലെയുള്ള ആളുകൾ അവരുടെ ജാതിപ്പേര് ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് പുലയർ അവരുടെ ജാതിപ്പേര് ഉപയോഗിക്കുന്നതിന് മടിക്കുന്നത്? അതായത് പുലത്തിൻ്റെ അധിപനാണ് പുലയർ, അപ്പോൾ ജാതിയിൽ മുന്നിൽ നിൽക്കുന്നത് പുലയരാണ് എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർ പുലയർ എന്നുള്ള ആ പേര് അഭിമാനത്തോടുകൂടെ ഉപയോഗിക്കണം എന്നും അതിനെ സാധൂകരിക്കുവാൻ വേണ്ടി അദ്ദേഹം പാലൻപുലിയ ക്ഷേത്രത്തെപ്പറ്റി ഒരു വിവരണം നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ, സാധാരണ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യത്തിന് പിന്നിൽ കുറവൻ, കുറത്തി, വേട്ടുവൻ, ഉള്ളാടൻ, മണ്ണാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ കാണും. അവരുടെ അത്തരത്തിലുള്ളൊരു കഥ തന്നെയാണ് ഈ പുലയനുമായി ബന്ധപ്പെട്ട, പുലയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയത്. അവിടെ ഒരുപാട് ആളുകൾ കടന്നു വരികയും പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ സാക്ഷ്യം അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വലിയ കാര്യമായിട്ടാണ് അദ്ദേഹം പെരുപ്പിച്ച് കാണിച്ചത്. ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ എന്ന് കണ്ടാൽ തന്നെ ശരാശരി മലയാളിയുടെ പൊതുബോധം എന്ന് പറയുന്നത് എത്രത്തോളം സവർണത നിറഞ്ഞതാണ് എന്നുള്ളത് വെളിവാക്കുന്ന തരത്തിൽ ഉള്ളതായിരുന്നു. MP പത്മകുമാറിൻ്റെ മിക്കവാറും വീഡിയോകൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇത്തരത്തിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ അതിന് ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ജാതി എന്ന വിഷയം, ജാതിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണ് എന്നുള്ളത്, ജാതി എത്തരത്തിലാണ് അസമത്വം സമൂഹത്തിൽ പ്രകടമാക്കുന്നത്, ഇതിനെപ്പറ്റി യാതൊന്നും സീറോ നോളജ് ഉള്ള ഒരു വ്യക്തിയാണ് MP പത്മകുമാർ എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നു. അത് MP പത്മകുമാർ മാത്രമല്ല, ഇത്തരത്തിലുള്ള പുരോഗമനം, ഇത്തരത്തിലുള്ള ലിബറന്മാർ പൊതുവിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്ന്, എൻ്റെ വിശ്വാസം, എൻ്റെ തോന്നൽ, അതൊക്കെ ശരി എന്നുള്ള ആ ഒരു മട്ടും ഭാവവും തന്നെ തെറ്റാണ്. അത് തന്നെ അബോധപൂർവമായ സവർണ ജാതി ബോധമാണ് വെളിവാക്കുന്നത്. സവർണത രണ്ട് തരത്തിൽ വെളിയിൽ വരും. ഒന്ന്, വളരെ വിരോധത്തോടെ തന്നെ മാറി നിൽക്കുക, നേരിട്ടങ്ങ് എതിർക്കുക. മറ്റൊന്ന് അബോധപൂർവമായ സവർണതയാണ്. ഇവരാണ് ഏറ്റവും വലിയ വില്ലൻ സ്വഭാവത്തോടെ നിൽക്കുന്നത്. അതായത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ രക്ഷകരായി അവരങ്ങ് അവതരിക്കുകയും ഒരുപാട് തെറ്റുകൾ സമൂഹത്തിന് കൊടുക്കുകയും, സാമൂഹിക വിദ്യാഭ്യാസം എന്ന പേരിലുള്ള തരം ഒരു ചാനലിൻ്റെ സ്വഭാവമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ. എല്ലാ വീഡിയോയോടും എനിക്ക് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഒത്തിരി വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, വളരെ രസകരമായി ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ കാസ്റ്റ് എന്ന വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ ജാതിയുടെ പേരിൽ എല്ലാ തരത്തിലുമുള്ള വൾനറബിലിറ്റി അനുഭവിക്കുന്ന സമൂഹത്തെ അഡ്രസ് ചെയ്യാതെ കൊണ്ട് ഒരു വിഭാഗം അദ്ദേഹം ബിലോങ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ വെണ്ണപ്പാളിക്കകത്ത് നിൽക്കുന്ന സമൂഹങ്ങൾക്ക് തൃപ്തികരമാകുന്ന വിധത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ന്യൂനത. ഒന്ന്, ഒരു വ്യക്തി, ഇനി നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. രമേശ് പിഷാരടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് പിഷാരടി എന്ന വാല് ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം ഒരു സാധൂകരണം കൊടുത്തിട്ടുണ്ട്. പല ഇൻ്റർവ്യൂകളിലും ഞാനത് കണ്ടിട്ടുണ്ട്. ഈ പിഷാരടി എന്ന് പറയുന്ന ഒരു പേര്, അത് രമേശ് പിഷാരടി ആകട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാതി മേൽക്കോയ്മ ഒരു സാമൂഹിക മൂലധനം എന്ന പേരിൽ കിട്ടുന്ന ആർക്കും അത് ഒരു വാതിലും എങ്ങും അടയ്ക്കുന്നില്ല. എന്നാൽ മറിച്ച് പറയ, പുലയ, വേട്ടുവ, ഉള്ളാട, കുറവ, ഇരുള സമൂഹങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ അവർ അവരുടെ ജാതി ഇതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് നിരവധി വാതിലുകൾ അടഞ്ഞു പോകാറുണ്ട്. അതിനെപ്പറ്റി അദ്ദേഹം മിണ്ടുന്നില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിന് മറ്റൊരു സമൂഹങ്ങളെ പറ്റിയും, ഈ ദലിത്, ആദിവാസി, ബഹുജൻ സമൂഹങ്ങളുടെ ജാതി വർഗീകരണത്തെ പറ്റിയോ അത് എത്തരത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിനകത്ത് പ്രത്യേക ഷെഡ്യൂളുകളിൽ കടന്നു വന്നിട്ടുള്ളത്, ഇതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയയും ഇല്ല. അദ്ദേഹം ആകെ പുലയൻ എന്ന ഒരു പേരും മാത്രം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു സമൂഹം മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നൊക്കെ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ കവിയോ ചിന്തകരോ സൈദ്ധാന്തികരോ ഒക്കെ എഴുത്തുകാരോ വാഗ്മികളോ ആയിട്ടുള്ള പുലയ സമൂഹത്തിൽപ്പെട്ട ചരിത്രകാരന്മാരെ ഒന്നും അദ്ദേഹം കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല, അവരെ റെഫർ ചെയ്തിട്ടുമില്ല എന്നുള്ളതും, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നിർദ്ദയം അദ്ദേഹം റദ്ദ് ചെയ്തു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോഴത്തെ നമ്മളുടെ സർക്കാരിനെ ഒന്ന് നോക്കുക. ഏറ്റവും കൂടുതലായിട്ട് നായർ സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ അവാന്തര വിഭാഗങ്ങൾക്ക് വളരെയധികം
ഭരണരംഗത്ത് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. പലതരത്തിലുള്ള വിമർശനങ്ങൾ അതിന് പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകമായും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നുള്ളവർ അത് നന്നായി തന്നെ ഉയർത്തിയിട്ടുമുണ്ടായിരുന്നു. അതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യയെ കൊണ്ടുവന്നു. ഇതൊക്കെയും അതായത് ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കെതിരെ നടത്തിയ അവർക്ക് അവരുടെ മതത്തെ അല്ലെങ്കിൽ അവരുടെ സമുദായത്തെ വ്രണപ്പെടുത്തി എന്ന തോന്നലിൽ നിന്നുകൊണ്ട് തന്നെ വളരെ പൊളിറ്റിക്കലായിക്കൊണ്ട് തന്നെ ഉൾപ്പെടുത്തൽ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് പാമ്പർ ചെയ്തത് ഒന്നും ജാതിയുടെ ഭാഗമായിട്ട് ഈ എം പി പത്മകുമാറോ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻകാരോ ഒന്നും യൂട്യൂബ് ഫാൻസ് അസോസിയേഷൻ ആളുകൾ കമൻറ്റുമായി വരുന്നവരൊന്നും അവരാരും ഇതൊന്നും കണ്ടിട്ടില്ല. അവിടെയാണ് ജാതി വർക്ക് ചെയ്യുന്നത്. അത്തരം ഇടങ്ങളിൽ അതായത് സദാസമയവും മാർജിനലൈസേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം മെയിൻ സ്ട്രീമിനകത്ത് കടന്നു വരാത്തത് പിന്നിലുള്ള രസതന്ത്രം എന്ന് പറയുന്നത് അവർ അവരുടെ ജാതി ചുമന്നുകൊണ്ട് നടക്കാത്തത് കൊണ്ടെന്നാണെന്നാണ് എം പി പത്മകുമാർ മനസ്സിലാക്കിയിരിക്കുന്നത്. നിരവധിയായ MLA സ്ഥാനങ്ങൾ, മന്ത്രിസ്ഥാനങ്ങൾ, അതുപോലെ സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള സ്വത്തവകാശം വരുന്ന കമ്മീഷൻ ബോർഡ് പോലെയുള്ള ഇടങ്ങളിലൊക്കെയും ഈ സവർണ സമൂഹങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നതും ഒക്കെ തന്നെ എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഈ ജാതിവാല് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ജാതിവാല് ഞങ്ങൾ ഇടാൻ മടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാത്തത്? അല്ല, അതുകൊണ്ടൊന്നുമല്ല സംഭവിക്കുന്നത്. ഒരു വിഭാഗം മനുഷ്യരെ മ്ലേച്ഛതയുടെ പേരിൽ അകറ്റി നിർത്തപ്പെടുകയും സാമുദായികമായും സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്നു മുന്നോട്ട് വരുവാൻ പറ്റാത്ത വിധം, ഭൂമി എന്ന വിഭവം അവർക്ക് ലഭ്യമാകാത്ത വിധം അവർ എല്ലാ തരത്തിലും വൾണറബിൾ അവസ്ഥയിലൂടെ പോകുന്നു എന്നത് കണ്ടുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ BR അംബേദ്കർ പ്രത്യേക പരിരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പ്രത്യേക ഷെഡ്യൂളുകളായി അവരെ തിരിക്കുന്നത്. പട്ടികകൾക്കകത്ത് മർദ്ദിത ജനവിഭാഗങ്ങളായി അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ മർദ്ദിത സമൂഹങ്ങൾക്ക് എപ്പോൾ ഏത് വൾണറബിലിറ്റി എപ്പോൾ ഉണ്ടായാലും, അത് സാമൂഹികമാകട്ടെ സാംസ്കാരികമാകട്ടെ, നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോഴാകട്ടെ, എപ്പോഴും വികസനത്തിൻ്റെ പേരിലോ വികസനമില്ലായ്മയുടെ പേരിലോ എപ്പോഴും വൾണറബിലിറ്റി അനുഭവിക്കുന്ന സമൂഹങ്ങളായി ഇവർ സ്വാഭാവികമായി വന്ന് പെടും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളാക്കിക്കൊണ്ട് പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ജാതി സമൂഹങ്ങൾ, ഷെഡ്യൂൾഡ് കാസ്റ്റുകളും ഗോത്ര സമൂഹങ്ങൾ, ഷെഡ്യൂൾഡ് ട്രൈബുകളും അവരുടെ ജാതി കെട്ടിപ്പൊക്കി ഇന്ന് ഞങ്ങൾ ജാതി തൂക്കിക്കൊണ്ട് നടക്കുന്നേ, ഇനി ഇപ്പോൾ ജാതി ഇവിടെ ഇല്ല എന്ന് പറയാവുന്ന ഒരു ഫിനോമിനായി എം പി പത്മകുമാർ ഇതിനെ കാണാൻ പാടില്ലായിരുന്നു. അദ്ദേഹം മാർജിനലൈസ്ഡ് സമൂഹങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള എഴുത്തുകാരെ അവരുടെ കവിതകൾ മുതൽ അവർ പറയുന്ന രാഷ്ട്രീയം മുതൽ അവരുടെ എഴുത്തുകൾ എല്ലാം തന്നെ അവരുടെ വൾണറബിലിറ്റി അവർ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പാൻ ഇന്ത്യൻ മൂവ്മെൻ്റായി തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവയിൽ കൂടി അദ്ദേഹം കടന്നു പോകേണ്ടതുണ്ട്. മറ്റൊന്ന്, പാലൻ പുലയ ക്ഷേത്രം. ഇത്തരത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ മിസ്റ്റർ പത്മകുമാർ കേരളത്തിനകത്തുണ്ട്, ഇന്ത്യക്കകത്തുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ കുനിഞ്ഞ് പുല്ല് പറിക്കുവാൻ മടിയുള്ള പൗരോഹിത്യ സമൂഹങ്ങൾ അവരുടെ ദൈവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരുപാട് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജാതി ചേർത്തുകൊണ്ടുള്ള ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കുഴിച്ചു ചെല്ലുമ്പോൾ ഒരു കല്ല് കണ്ടു, ഒരിടത്തെടുത്തൊരു തിരുമേനി അദ്ദേഹം കുളിക്കുവാൻ പോയി, കുളിക്കടവിൽ ഒരു കുട വെച്ചിട്ട് അദ്ദേഹം കുളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കുട അവിടെ ഉറച്ചിരിക്കുകയായിരുന്നു. കുട ഇളക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കല്ല്, ആ കല്ല് അതിനകത്തൊന്ന് ചോര കിനിഞ്ഞു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അത് ഒരു പുലയുടെയോ അല്ലെങ്കിൽ ഒരു വേട്ടുവൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു അടിസ്ഥാന ജനവിഭാഗത്തിലുള്ള ഒരാളുടെയാണെന്ന് കാണുന്നു. അപ്പോൾ അവിടെ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെടുകയും പിന്നെ അത് പ്രതിഷ്ഠയായി മാറുകയും ചെയ്തു. ഇങ്ങനത്തെ ഒത്തിരി സ്വയംഭൂ കഥകൾ പട്ടികവർഗ സമൂഹങ്ങളെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരം ഒരുപാട് കഥകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ സമൂഹങ്ങളെ, ഈ പറഞ്ഞ ബ്രാഹ്മണ ദൈവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി കിട്ടുകയുള്ളൂ. മറ്റുള്ളവർക്ക് അവരുടെ സർവീസ് സെക്ടറെങ്കിൽ സർവീസ് സെക്ടറോ അല്ലെങ്കിൽ അവരുടെ ബാക്കി സ്പിരിച്വൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളോ ഫലവത്തായി ചെയ്യുവാൻ വേണ്ടി അവരവരുടെ കാര്യത്തിന് പോകും. ഈ മെൻ്റൽ സ്ലേവറി ബാധിച്ച ഒരു വിഭാഗം അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി തെരുവിലിറങ്ങുവാൻ വേണ്ടി കുറേ ആളുകളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഈ പുലയ ദൈവങ്ങളും പറയ ദൈവങ്ങളും ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളിലുള്ള ദൈവങ്ങളും ഒക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അത് തികച്ചും തന്ത്രമാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. രാമ ജന്മഭൂമി ബാബറി മസ്ജിദ് വിവാദം നടക്കുന്ന സമയത്ത് തെരുവിലിറങ്ങി പരസ്പരം വെട്ടിമരിച്ച ഒരുപാട് ഹിന്ദുക്കളെ നമ്മൾ കണ്ടിരുന്നു. ഈ ഹിന്ദുക്കളിൽ ഒരാൾ പോലും ബ്രാഹ്മണരോ ക്ഷത്രിയരോ ആയിരുന്നില്ല. അത് ഇവിടുത്തെ ദലിത്, ആദിവാസി, അതീവ പിന്നോക്ക സമൂഹത്തിൽ നിന്നുള്ള
ഈ പറഞ്ഞ പാലൻപുലിയ ദൈവ ഭക്തരായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഭക്ത സമൂഹത്തെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എം പി പത്മകുമാർ ഇമാതിരിയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരിൽ നിന്ന് പ്രത്യേകിച്ച് അനുഗ്രഹമൊന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഇനി അങ്ങനെ അങ്ങോട്ടൊരു അമ്പലത്തിനകത്ത് കയറ്റി വെച്ച് മാത്രമേ ഈ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മഹനീയത നിങ്ങൾ തരുമെന്നുണ്ടെങ്കിൽ ആ മഹനീയത ഞങ്ങൾക്ക് വേണ്ട. ശുദ്ധ ജാതി തന്നെയാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ ജാതിയെ പറ്റി അല്ല പറഞ്ഞത് എന്ന്. താങ്കൾ ജാതി തന്നെയാണ് പറഞ്ഞത്. ശുദ്ധ ഭോഷ്കുവാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.